കില്ലാടികളെ ഒരു ഡോക്ടർക്ക് ചികിത്സ പിഴവ് നടക്കുക കേട്ടോ. ഇത് എപ്പോൾ ചോദിച്ചാൽ കുറേ കാലം മുമ്പ് മനസ്സിലായി. കുറേ കാലം ചികിത്സ പിഴവ് പറഞ്ഞാൽ നമ്മളൊരു നീഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഒന്നും അല്ല ചികിത്സ പിഴവ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ട് സാധനത്തിന് അകത്ത് പോട്ടു. ഈ ഡോക്ടർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിന്റെ കില്ലറുടെ പറച്ചിലും കേൾക്കേണ്ടത് എന്ന് വെച്ചാൽ അത് അവിടെ സേഫായി വെച്ചിരിക്കണല്ലോ, അത് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ അത് അവിടെ കിടക്കാനുള്ള പണ്ട് എന്താ വയറ്റിൽ നിലയിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു കത്രിക ഒരു സ്ത്രീയുടെ എന്ന് വെച്ചാൽ പണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു കത്രിക സ്ത്രീയുടെ വയറ്റിൽ പെടുകയാണ് മനസ്സിലല്ലേ. ആ എന്നിട്ട് ഡോക്ടർ ഇപ്പം വന്ന് പറയുന്നത് അത് കുഴപ്പമില്ലല്ലോ, അത് അവിടെ കിടക്കില്ല, അതെന്താ പ്രശ്നം എന്ന്. ഇതൊന്നും മറ്റേ ഗോൾഡ് ലോക്കറിൽ വെച്ച പോലെ കിടക്കുക മറ്റേ ഡോക്ടർ പറയുന്നത് വെച്ചാൽ അവിടെ വെച്ച് പരിശീലനം പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് സേഫായി വെച്ച പോലെയാണ് പറയുന്നത്. കത്രിക എന്തോന്ന് കിടന്ന ഡോക്ടർമാർ. അപ്പൊ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ല, അവരുടെ ചികിത്സാ പിഴവ് തന്നെയല്ല. അപ്പൊ അവർക്കെതിരെ ആരോപണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചികിത്സാ പിഴവ് നടത്താൻ അങ്ങനെ തന്നെ നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നേരെയൊക്കെ ആൾക്കാര് ജാതി ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ വാർത്ത വയ്ക്കാവുന്ന ബാക്കി പറയാം കേട്ടല്ലോ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. കേസിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ പ്രതിയല്ല. ശരത് SS വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ലളിതാംബികയാണ് ഈ ശസ്ത്രക്രിയയുടെ യൂണിറ്റ് മേധാവിയായി പ്രവർത്തിച്ചത് എന്നുള്ളത്. ആ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ കേസ് ലളിതാംബികയ്ക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുടുംബത്തിന്റെ പരാതിയിലല്ലേ? സംഭവത്തിൽ ഇന്നലെയാണ് കുടുംബം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നേരത്തെ പോലീസിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പരാതി നൽകിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ യൂണിറ്റ് ചീഫും ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമായ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് ഇപ്പോൾ എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സർജറി ചെയ്ത ഓപ്പറേഷൻ ചെയ്ത ഷാഹിദയ്ക്കെതിരെ നിലവിൽ എന്തായാലും ഡോക്ടർ ഷാഹിദയ്ക്കെതിരെ മറ്റു നടപടി അവരുടെ പേര് FIRൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തായാലും ആദ്യഘട്ട നടപടി എന്ന രീതിക്കായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ യൂണിറ്റ് ചീഫ് കൂടിയായ ലളിതാംബികയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട് വകുപ്പാണ് പ്രധാനമായും ഈ കേസിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് IPC 327 320 അങ്ങനെ രണ്ട് വകുപ്പുകളാണ് ഇക്കാര്യത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. 337 336 എന്നീ വകുപ്പുകളാണ് ഈ കേസിൽ എന്തായാലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ കുടുംബം നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ സംഭവത്തിൽ ഈ കത്രിക കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഈ ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എറണാകുളത്ത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ആ ഘട്ടത്തിൽ പരാതി നൽകാൻ സാധിച്ചിരുന്നില്ല. പിന്നാലെ പരാതി എഴുതിയ ശേഷം ബന്ധുക്കളാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയത്. പരാതി എഴുതി ഒപ്പിട്ട ശേഷം ബന്ധുക്കൾ ഈ പരാതി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വീഴ്ചയുണ്ടായി എന്നുള്ളത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇന്നലെ സമ്മതിച്ചതാണ്. നടപടി ഉണ്ടാകും ഡോക്ടർമാർക്കെതിരെ എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും പോലീസ് ഒരു പരാതിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഈ എത്രയും വേഗം ഇതിന്റെ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കത്രിക കണ്ടെത്തി എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം കത്രിക കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇതിൽ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമായതാണ്. പിന്നാലെ ഇന്നലെ ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട അധികൃതർക്ക് തന്നെ ഇതിൽ ഒരു വ്യക്തത വരുത്തുകയും ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും പോലീസ് കൂടി ഇപ്പോൾ ഇക്കാര്യത്തിലൊരു നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 5 വർഷം മുൻപാണ് ഇത്തരത്തിൽ ഉഷയ്ക്ക് ഈ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. വയറ്റിലുണ്ടായിരുന്ന മുഴ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയായിരുന്നു അന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ 5 വർഷം അതിന്റെ കഠിന വേദനയും മറ്റു പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു. തൊട്ടു പിന്നാലെ ഇപ്പോൾ എന്തായാലും ഈ കത്രിക വയറ്റിലുണ്ട് എന്ന് കണ്ടെത്തുകയും ഇപ്പോൾ അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് കിലാടല്ലേ കണ്ടല്ലോ വാർത്ത. എന്താ വെച്ചാൽ പണ്ട് ഒരു ചികിത്സാ പിഴവ് കിലാടല്ലേ സംഭവം. ഞാൻ പറഞ്ഞ സൂചിയോ അല്ലെങ്കിൽ നൂലോ അല്ല അതിനുള്ളിൽ പെട്ടത് ഒരു കത്രിക കിലാടല്ലേ. ഏകദേശം ഇത്രയും പോകുന്ന ഒരു കത്രികയാണ് വയറ്റിനുള്ളിൽ കിടക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ത്രീക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അസാമാന്യമായ വയറുവേദന ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ പറഞ്ഞാൽ നമ്മൾ മൂത്രം വയ്ക്കുമ്പോൾ ബ്ലഡ് വരാറുണ്ട്. എന്നിട്ടും അതൊക്കെ ചെക്ക് ചെയ്യാതെ പിന്നെയും സ്ത്രീ കുറേ കാലം നടക്കാനുള്ളത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് സംഭവം മനസ്സിലാക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയി ഉള്ളിൽ മറ്റെന്താണ് മുറിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി, കത്രിക ഉള്ളിൽ കിടക്കുന്നത് മുറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ എന്തൊക്കെ സംഭവം. ഈ ഡോക്ടറിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡോക്ടർ ചിലപ്പോൾ കൊറോണ ബാച്ച് പാസ്സായതായിരിക്കട്ടെ. അതായത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ കൊറോണ സമയത്ത്. ഓൺലൈൻ ക്ലാസ് ഇല്ലെങ്കിൽ വരുന്നവരേക്ക് പാസ്സാക്കി വിടുക അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നല്ലോ. ഇപ്പം അങ്ങനെ പാസ്സായതാണെന്നോ അറിയില്ല. എന്തോ നമ്മൾ എന്താണ് രോഗികളൊക്കെ സീരിയസ് ആയിട്ടൊന്ന് ഇടപെടേണ്ടതാണ്. എന്ന് വെച്ചാൽ ഏത് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും ഒന്ന് നോക്കി കണ്ടൊക്കെ ഇടപെട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും വിചാരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? ഇതുപോലുള്ള ഡോക്ടർമാരെ പട്ടും ചിലപ്പോൾ സൂചി അല്ല ഇനിയിപ്പോൾ കത്രിക ആയിരിക്കില്ല, ചിലപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ്റെ മെഷീൻ വരുന്ന ഉള്ളിൽ പെടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡോക്ടർക്കെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണെങ്കിൽ ഇടല. എന്താ വെച്ചാൽ ഇതിനും അല്ല ഇതുപോലെ എന്താണ് ഇനി ഇതുപോലുള്ള പിഴവുകൾ നശിക്കരുത്, അല്ല വേറെ ഒരിക്കലും. മനസ്സിലായി? അതിനുവേണ്ടി നടപടി എടുക്കാൻ വേണമെങ്കിൽ ചെറുതായിട്ട് വാക്കൊക്കെ തെറ്റുണ്ട്. എന്താ വെച്ചാൽ തൊണ്ടവേദന കഴിയണം. അപ്പോൾ അത്ര ഉള്ളിൽ
അപ്പോൾ നോക്കിയും കണ്ടൊക്കെ നമ്മൾ ശ്രമിക്കുക. കുറേ നമ്മൾ ഹോസ്പിറ്റൽ അപകടങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വഴി ചികിത്സാ പിഴവുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ. അതൊക്കെ ഇപ്പോൾ ഡോക്ടർമാരുടെ ചിലപ്പോൾ ഒരു 1000-ൽ ഒരെണ്ണം അല്ലെങ്കിൽ 1,00,000-ൽ ഒരെണ്ണമൊക്കെ ആയിരിക്കാം. എന്നാലും ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഒരു മനുഷ്യജീവിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും പോവുകയാണ് വെച്ചെങ്കിൽ ആ ചേച്ചി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. സോ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതിലടല്ലേ. നമ്മളൊരു വിശ്വാസത്തോടെ, നമ്മൾ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടി അവരുടെ അവിടെ പോവാണ്. അവരുടെ അവിടെ നിന്ന് ഈ ചികിത്സാ പിഴവിൽ ഇങ്ങനെ നടക്കണം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതേ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യാൻ ബൈ ഗൈസ്.